ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ആരാണെന്നുള്ള സത്യം ഈ ഭൂമിയിൽ അറിയാവുന്ന ഏക ഒരാൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ, അത് അലീന മാത്രമാണ് കേട്ടോ. അറിയായിരുന്നു മുത്തശ്ശനും മരിച്ചുപോയി, അതുപോലെ തന്നെ ബ്രിജിത മമ്മിയും മരിച്ചുപോയി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വൈജയന്തി ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ലെറ്റർ കൂടെ കയ്യിലുണ്ടായിരിക്കും കേട്ടോ. ആ ലെറ്റർ കയ്യിലുള്ളപ്പോൾ നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്കാരുമില്ല. അല്ല നിനക്ക് ഇവിടെ ഒരു ലെറ്ററൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്, നിനക്കിപ്പോൾ ലെറ്റർ അയക്കാൻ മാത്രം ആരാ ബന്ധമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ലെറ്റർ ആരയച്ചേ എനിക്കറിയില്ലല്ലോ, ഇനി രേവതിക്കുട്ടിയാണോ എന്നറിയില്ല. രേവതിക്കുട്ടിയോ? അതാരാണ്? അത് പണ്ട് എൻ്റെ കൂടത്ത് എറണാകുളത്ത് നിന്നിരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഗ്രേസമ്മയുടെയും അതുപോലെ തന്നെ മാമച്ചായൻ്റെയും വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ അവൾക്ക് ഇവിടുത്തെ അഡ്രസ്സൊന്നും അറിയില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. ഉടനെ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, അഡ്രസ്സൊന്നും അറിയില്ലെങ്കിലും കത്ത് ഇവിടെ കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആരയച്ചതാ എങ്ങനെ അയച്ചതാണെന്നൊന്നും അറിയില്ല, അതിനകത്ത് പേരും അഡ്രസ്സും ഒന്നുമില്ല, നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ, വേണ്ടാതീനൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഉടനെ അലീന പറയുന്നുണ്ട്, വേണ്ടാതീനോ? എനിക്ക് ആ ഒരു സ്വഭാവമൊന്നുമില്ല, പിന്നെ മേഡത്തിന് എത്ര നിർബന്ധമാണെങ്കിൽ എഴുത്ത് വായിച്ചിട്ട് എനിക്ക് തന്നേച്ചാൽ മതി എന്നിങ്ങനെ പറയാൻ കേട്ടോ. നിൻ്റെ എഴുത്ത് വായിച്ച് ബോധ്യപ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ല, നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നാൽ മതി, നീ തെറ്റൊന്നും ചെയ്യില്ല. ഇവിടെയും പെൺകുട്ടികളുള്ള വീടാണ്, ഇവിടെ വീടിനൊരു പേരുദോഷം ഉണ്ടാക്കിയേക്കല്ലേ, പല കത്തുകളും ഇനി ഇങ്ങോട്ട് വരും എന്നെനിക്ക് തോന്നുന്നു, ഇനി ഇത് ആവർത്തിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആരാണെന്ന് അലീനയ്ക്ക് അറിയില്ല. പിന്നെ അലീനനെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അലീനയ്ക്കും സങ്കടമാവുകയാണ് കേട്ടോ. അത് അലീന പറയുന്നുണ്ട്, മേഡം വായിച്ചിട്ട് തന്നാൽ മതി. ഉടനെ നമ്മുടെ വൈജയന്തിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല, പിന്നെ വൈജയന്തി ഒന്ന് ചൂടാകുന്നു എന്നൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു പഴയ ദേഷ്യവും വൈരാഗ്യവും ഒന്നും ഇപ്പോൾ അലീനയോടെ വൈജയന്തിക്കില്ലേ. പിന്നെ എല്ലാവരുടെയും മുൻപിൽ ആ ഒരു ഹുങ്ക് അങ്ങനെ തലകുനിക്കാതെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നീട് വേണ്ട നീ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ വൈജയന്തി റൂമിലേക്ക് കയറി പോകുകയാണേ. എനിക്കൊരു ചായ വേണം, ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. ശേഷം നമ്മുടെ അലീനയാണെങ്കിൽ ആ കത്ത് കൊണ്ട് റൂമിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചായയൊക്കെ എടുക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് ബബിതയും കൃഷ്ണയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കൂളും കോളേജും ഒക്കെ വിട്ട് വന്നിട്ട് രണ്ടുപേരും ബാഗാണെങ്കിൽ ആ സെറ്റിയിലോട്ടങ്ങ് ഇടുന്നുണ്ട്. ഇതേ എന്നും നമ്മുടെ അലീനയായിരിക്കും കേട്ടോ ബാഗൊക്കെ എടുത്ത് വെക്കാറ്. അപ്പോൾ വൈജയന്തി അവരോട് ദേഷ്യപ്പെടാറുണ്ട് കേട്ടോ. അവനവരുടെ കാര്യങ്ങൾ അവനവർ തന്നെ ചെയ്ത് പഠിക്കണം, അതിന് ഒരാളെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാറുണ്ട് കേട്ടോ. പക്ഷേ രണ്ടാളും അതൊന്നും മൈൻഡാക്കണില്ല. അങ്ങനെ ആ ബാഗ് നമ്മുടെ അലീന എടുത്ത് വെക്കാൻ പോകുമ്പോഴത്തേന് വൈജയന്തി പറയുന്നുണ്ട്, നീ എന്തിനാ ബാഗ് എടുത്ത് വെക്കുന്നത്, അവളുമാർ എടുത്ത് വെച്ചോളും, അവളുമാരുടെ കൈക്ക് സ്വാധീനക്കുറവൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാഗ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബബിത ഇങ്ങനെ മടി കാണിക്കുമ്പോൾ ബബിതയുടെ രൂക്ഷത്തോടെ നോക്കുകയാണ്. അങ്ങനെ ബബിത പിന്നെ എടുത്ത് വെക്കാനുണ്ടോ. അങ്ങനെ ചായ കൊണ്ട് കൊടുക്കാനുണ്ടോ എല്ലാവർക്കും. ഈ സമയത്ത് നമ്മുടെ രോഹിത് അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. ഉടനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ നേരത്തെ വന്നോ? ഇന്നൊരു മൂഡില്ലായിരുന്നു, പിന്നെ നല്ല ക്ഷീണം തലവേദനയും, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാനിങ്ങനെ പോന്നു. നിനക്ക് ഇച്ചിരി മടി കൂടുതലാണ്, ക്ലാസ് കട്ട് ചെയ്തിങ്ങനെ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനെ വഴക്കൊക്കെ പറയാൻ കേട്ടോ. ശേഷം ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഈ ചായക്ക് മധുരമില്ലല്ലോ, ഞാൻ എല്ലാവർക്കും ഒരുമിച്ചാണല്ലോ ഇട്ടെ എന്ന് അലീന മറുപടി പറയുകയാണേ. ഉടനെ നമ്മുടെ വൈജയന്തി ചായ കുടിച്ച് നോക്കിയിട്ട് ഒന്നും പറയണില്ല കേട്ടോ. ശേഷം നമ്മുടെ ബബിത പറയുന്നുണ്ട്, ചായക്ക് മധുരമില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ, കുറച്ച് പഞ്ചസാര എടുത്തില്ല, അതിന് ഞാൻ പറയണോ എന്ന് ചോദിക്കുമ്പോൾ അലീന മറുത്തൊന്നും പറയാതെ അങ്ങനെ കിച്ചണിലേക്ക് പോകുകയാണ്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, അലീന നീ എവിടെ പോന്നു, നീ അവിടെ നിന്നേച്ചാൽ മതി, വേണ്ടവർ അത് എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കുടിച്ചോളും. അമ്മ എന്താ ഈ പറയുന്നത്, പിന്നല്ലാണ്ട് അവൾക്ക് വേറെ ഇവിടെ പല ജോലികളുണ്ട്, നിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അവളുടെ കടമ അനുസരിച്ച് ചായ ഇട്ട് വന്നിട്ടുണ്ട്, പിന്നെ മധുരത്തിന് ഒരു കുറവുമില്ല, മധുരം കാലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഇനി മധുരം വേണമെങ്കിൽ നീ തന്നെ പോയിട്ട് കൂടി എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ചെറിയൊരു ആശ്വാസം സന്തോഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം തൻ്റെ അമ്മ തന്നെ ചെറിയ രീതിയിലൊന്ന് പരിഗണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കാൻ കേട്ടോ. അലീനയ്ക്ക് മേഡം എന്ന് വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം അലീനയുടെ മനസ്സുകൊണ്ട് അലീനയ്ക്ക് അറിയാമല്ലോ ഇതും അമ്മയാണെന്ന്. പക്ഷേ നമ്മുടെ വൈജയന്തിയുടെ ഓർഡറാണല്ലോ എന്നെ മേഡം എന്ന് തന്നെ വിളിക്കണമെന്ന്, അതുകൊണ്ട് പിന്നെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ ശേഷം കിച്ചണിലേക്ക് പോകാൻ കേട്ടോ അലീന. അവിടെ നമ്മുടെ ബാലചന്ദ്രനും മുത്തശ്ശിക്കും പിന്നെ അലീനയ്ക്കും ഒക്കെ ആയിട്ട് കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതിന് ചായ ഇടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മുടെ ബബിത അങ്ങോട്ട് നീങ്ങി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് പഞ്ചാരപ്പാത്രം എടുക്കുമ്പോഴത്തേക്കിനും ആ ചായപാത്രം കൂടെ അങ്ങ് താഴോട്ട് ഇടുവാണ്. ഉടനെ അലീന എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും, എന്താണെന്നോ നീ തട്ടിമുറിച്ചിട്ട് നിൻ്റെ കൈക്കെന്താടി, ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ നീ എന്ത് കാണിക്കാൻ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ, ഇത് നിൻ്റെ വീട്ടിലെ സ്വത്തൊന്നും അല്ലല്ലോ നഷ്ടപ്പെടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ചുമ്മാ
അങ്ങ് റേസ് ആകുകയാണ് കേട്ടോ. ഈ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വൈജയന്തി അവിടേക്ക് വരികയാണ്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബിത പറയുന്നുണ്ട്, ഇത് കണ്ടോ അമ്മേ, ആ പാല് മൊത്തം തട്ടിക്കമത്തി ഇട്ടേക്കുന്നു. അവൾക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധയോടെ ചെയ്തുകൂടെ? നമ്മുടെ പൈസയല്ലേ പോകുന്നത്, അവളുടെ ഒന്നും ഇല്ലല്ലോ, ഇവിടെ എന്തും ആകാം എന്നൊരു ധാരണയാണ് ഇപ്പോൾ അവൾക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ കാണിച്ചു കൂക്കുന്നത്? നിനക്കൊന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചും നോക്കിയും ഒക്കെ കണ്ട് ചെയ്തോ പോരെ എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നത്, അതിന് ഞാനല്ല എന്നിങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്കിനും ബബിത ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ അലീന ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി തന്നെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് വൈജയന്തി വായിത്തോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത ചിരിച്ചുകൊണ്ട് പിന്നെ തിരികെ പോകുകയാണ്. അപ്പോൾ വൈജയന്തി ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു കവർ പാലെടുത്തിട്ട് പറയുന്നുണ്ട്, നീ ചായ കുടിച്ചോ? ഇല്ലല്ലോ. നീയും ചായ ഇട്ട് കുടിച്ച് പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ചായയൊക്കെ എടുത്ത് വെക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങനെ പോകുകയാണ്. ഈ സമയത്ത് അലീന തിരിച്ചറിയുന്നുണ്ട് കേട്ടോ, തനിക്ക് ചായ ഇല്ലയെന്ന് മനസ്സിലാക്കിയ അമ്മ തനിക്കൂടെ ഉള്ള ചായ വെച്ചുകൂടി എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ഡയലോഗ് അടിച്ചത്. എന്തായാലും എൻ്റെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, ഈ ഒരു ചെറിയ കരുതൽ മതി എനിക്ക് അങ്ങോളം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ അലീന ഇങ്ങനെ സ്വയമേ ആശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹോളിലിരിക്കുന്ന നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട് രോഹിത്തിനോട്, ഏട്ടാ അവിടെ അലീനേച്ചിയല്ല പാല് മറിച്ചിട്ടത്, ഭവിതേച്ചിയാ, അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഭവിതേച്ചിയുടെ ചിരി കണ്ടാലറിയാം എന്നൊക്കെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് അവളുടെ കളികൾ പലതും നടക്കും എന്ന് കരുതി ബബിതയുടെ അടുത്ത് അവളുടെ ഒരു അടവും നടക്കത്തില്ല, ബബിതയുടെ കാൽ ചുവട്ടിലില്ലെങ്കിൽ അവൾ ഇതുപോലെ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നത്, ഏട്ടൻ്റെ അടുത്തും ഇങ്ങനെ കളിതമാശ ഏട്ടനും ഇങ്ങനെ കാണിക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അമ്മയോട് പല കാര്യങ്ങളും അവൾ അലീനേച്ചി പറയുന്നുണ്ടായിരുന്നു, എന്ത് കാര്യം എന്ത് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാനുണ്ടോ. ഈ സമയത്ത് കൃഷ്ണ ഒന്ന് വട്ടം കിറക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതായിരിക്കുമേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഷോപ്പിൽ നിന്ന് വരികയാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വന്ന പാടെ നേരെ തന്നെ വൈജയന്തിയോട് പറയുന്നുണ്ട്, വൈജയന്തി പോസ്റ്റ്മാൻ വിളിച്ചിരുന്നു, അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്തോ കത്തുണ്ടെന്ന് പറഞ്ഞു, ഞാൻ ബാങ്കിലേക്ക് കൊടുത്തയക്കാൻ പറഞ്ഞു, എന്ത് കത്തായിരുന്നു, ആരയച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ നമുക്കുള്ളതല്ലെന്നോ, നമ്മുടെ ഡ്രസ്സിലേക്ക് വന്ന കത്ത് പിന്നെ ആർക്കുള്ളതാ? അതെ അലീനയ്ക്ക് വന്നതാ. അലീനയ്ക്ക് ആരയച്ചതാ? അതൊന്നും എനിക്കറിയില്ല, നിങ്ങളല്ലേ പറഞ്ഞത് അലീനയ്ക്ക് ആരുമില്ല, അലീന ഒരു അനാഥാലയത്തിൽ വളർന്ന, അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോൾ ഒരു കത്ത് വന്നിട്ടുണ്ട്, ആര് തന്നാണെന്ന് എനിക്കറിയില്ല, നീ വായിച്ചില്ലേ, നീ അവളോട് ചോദിച്ചില്ലേ? ഞാനെന്തിനാ അവളുടെ കത്ത് വായിക്കാൻ പോകുന്നത്? അല്ലാതെ തന്നെ ഞാനെന്തിനാ അവളോട് ചോദിക്കാൻ പോകുന്നത്? എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കുക. ഞാൻ അന്വേഷിക്കണം എന്നൊന്നും അല്ല പറഞ്ഞത്, ഇപ്പോൾ ആരാണെന്ന് അന്വേഷിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയല്ലേ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയോട് എന്തൊരു ആത്മാർത്ഥതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെട്ട് അങ്ങനെ കയറി പോകാനേ. നീ കത്ത് വായിക്കാൻ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാം, എനിക്ക് പച്ചെങ്കിൽ പേര് ചായ തന്നേര് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കയറി പോകാൻ കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ അലീനയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വൈജയന്തിയുടെ ഉള്ളിലൊരു ഭയമുണ്ട് കേട്ടോ. ഇനി ബാലചന്ദ്രൻ അരുതാത്ത ഒരു സ്നേഹത്തോടെ പെരുമാറുമോ എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പണ്ട് താനൊന്ന് ചതിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ വൈജയന്തി എല്ലാം ആ ഒരു കണ്ണിലൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അമ്മ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, അപ്പോൾ എങ്ങനെയുണ്ട് വേദനയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ, വേദനയൊക്കെ ഉണ്ട്, നടക്കാൻ കുറച്ച് പ്രയാസമാണ്, നടക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ഇവളെ വിളിക്കണമെങ്കിൽ ഇവൾക്ക് പണി കഴിഞ്ഞിട്ട് നേരമുണ്ടോ? ഈ വീട്ടിലെ മുഴുവൻ പണിയും ഇപ്പോൾ ഇവക്കല്ലേ, കുഞ്ഞുമാൾ പോയാൽ പിന്നെ ഇപ്പോൾ മുഴുവൻ പണിയും ഇവക്കല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് നടത്തിക്കാൻ വേറെ ആരാ ഉള്ളത്? പിന്നെ അവൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റുമോ, പാവം റെസ്റ്റ് ഇല്ലാതെ പണിയില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അലീനെ ഒന്ന് നോക്കിയിട്ട് ഒരു സങ്കടഭാവത്തോടുകൂടി മുത്തശ്ശീനെയും നോക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ആരാ കത്ത് അയച്ചത്, മോൾക്കൊരു കത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അയ്യോ ആ കത്ത് മേഡം കൊണ്ട് തന്നിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല, കുറച്ച് തിരക്കുള്ള പണികളൊക്കെ ആയിരുന്നത് കൊണ്ട് ഞാനത് വായിക്കാൻ നിന്നില്ല, ഇപ്പോഴാണ് ഓർത്തത് എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബബിതയാണെങ്കിൽ, എടി അലീനെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനത്തെ എന്നൊക്കെ പറയണം. ഈ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇത്, ചേച്ചിയേക്കാളും വയസ്സിന് മൂത്ത പെണ്ണല്ലേ, അപ്പോൾ ചേച്ചിക്ക് അലീനേച്ചി എന്ന് വിളിച്ചാൽ എന്താ സംഭവിക്കുക? പിന്നെ അലീനേച്ചി അവളെന്ന് വെച്ചാൽ ആരാ, ഇവരിലെ ജോലിക്കാരില്ലേ, അവൾക്ക് അത്രത്തോളമുള്ള ബഹുമാനമൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ കൃഷ്ണ പറയുന്നുണ്ട്, കുഞ്ഞുളേച്ചി ഇവിടെ നിന്നപ്പോൾ കുഞ്ഞുമോളെ നടന്ന് വിളിച്ചുകൊണ്ടിരുന്ന അല്ലല്ലോ, അതുപോലെ ചേച്ചിക്ക് കുറച്ചൊരു ബഹുമാനം കൊടുത്തൂടെ, ഒന്നുമില്ലല്ലേ, നമ്മുടെ ജോലികളെല്ലാം ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ നമ്മുടെ ജോലികൾ
റോസിനൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, അവൾക്ക് അതിന് തക്കതായ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബബിതയും കൃഷ്ണയും കൂടെ വഴക്കുണ്ടാകാണ്. ഉടനെ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ ഇത് കണ്ടോ അമ്മേ, ആ അലീനേച്ചീനെ അലീന എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, ഇത്തിരി ബഹുമാനം കാണിച്ചുകൂടെ, ഒന്നും പ്രായത്തിന് മൂത്തതല്ലേ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവളിവിടുത്തെ ജോലിക്കാരിയല്ലേ, അവൾക്ക് അവളുടെ ആരോ ഏതോ ഒരു മമ്മിയോ അവളുടെ ഓർഫനേജിലുള്ള ആരോ ഒക്കെ ഒരു പേരിട്ടിട്ടുണ്ടല്ലോ അലീന, ആ അലീന എന്നങ്ങ് വിളിച്ചേച്ചാൽ മതി, ചേച്ചിന്നും മോളേന്നും ഒന്നും വിളിക്കാൻ പോകണ്ട, അലീന എന്ന് പേര് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിങ്ങനെ ബബിതയോട് പറയാണ്. ഉടനെ ബബിത കൃഷ്ണയോട് പറയുന്നുണ്ട്, കേട്ടല്ലോ, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, നീ പ്രതീക്ഷിച്ചൊന്നും നടന്നില്ലല്ലോ, നിന്നെപ്പോലെ വിവരമില്ലാത്തവരൊന്നും അല്ല ഞങ്ങൾ, പിന്നെ നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താൻ പഠിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ നമ്മുടെ വൈജയന്തിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ വൈജയന്തിക്കൊന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ട് വൈജയന്തി പിന്നെ അങ്ങനെ തിരികെ പോവുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ പണികളെല്ലാം ഒതുക്കി വന്ന് കിടക്കുന്ന അലീനേനെയാണ് കേട്ടോ. ആ സമയത്ത് അലീന അതിൻ്റെ പെട്ടിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു കത്തെടുത്ത് ഇങ്ങനെ വായിക്കുകയാണ്. കത്തെടുത്ത് വായിക്കുമ്പോഴും എൻ്റെ മോൾക്ക് സുഖാണോ എന്നായിരിക്കും കേട്ടോ ആ കത്തിലെ ആദ്യത്തെ വരികൾ തന്നെ. ആ വരി വായിക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് എന്തോ ഒരു ഇത് തോന്നുകയാണ്. കാരണം അലീനയ്ക്ക് ഇപ്പോൾ കത്തയക്കാൻ ആരാണുള്ളത്? എന്നിട്ട് അലീനയാണെങ്കിൽ അലീനയോട് ആ ഒരു കത്തിൽ പറയണതെന്ന് വെച്ചാൽ, മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, മോളുടെ അമ്മയുടെ കൂടെയല്ലേ നിൽക്കുന്നത്, അതിൽ കൂടുതലൊരു സംരക്ഷണം പരിചരണം വേറെ എവിടെയും കിട്ടില്ല, മോളുടെ പ്രയാസങ്ങളെല്ലാം മാറും എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതിനകത്തുള്ളത്. ഇത് കാണുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറയാണ് കേട്ടോ. എന്നിട്ട് അലീന ഒന്ന് ഞെട്ടിത്തരിക്കുകയാണ്. കാരണം ഈ ലോകത്ത് താൻ വൈജയന്തിയുടെ മകളാണെന്നറിയാവുന്ന ആകെ ഒരേ ഒരാൾ താൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. മുത്തശ്ശനും മരിച്ചുപോയി, ബ്രിജിത മമ്മിയും മരിച്ചുപോയി, പിന്നെ ആരോടായിരിക്കും, മുത്തശ്ശിയോ അല്ലെങ്കിൽ ബ്രിജിത മമ്മിയോ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ, ആ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മുടെ അലീനയുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നല്ലേ മോളിപ്പോൾ ഓർക്കുന്നത്, എന്നെ അങ്കിളായോ ഒരു നല്ല ഫ്രണ്ടായോ ഇനി അച്ഛനായോ ഒക്കെ മോൾക്ക് കരുതാം, ഒരു നാൾ ഞാൻ മറന്നേക്ക് പുറത്ത് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അച്ഛനാണ് എന്നൊക്കെയുള്ള ആ ഒരു വാക്കുകളിലൂടെ അലീന ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഇത് മറ്റാരുമല്ല അലീനയുടെ അച്ഛൻ തന്നെയായിരിക്കും കേട്ടോ ഈ കത്തൊക്കെ അയക്കുന്നത്. അങ്ങനെ അലീനയുടെ അച്ഛൻ യഥാർത്ഥത്തിൽ പിന്നെ അലീനയുടെ മുൻപിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.